മലയാള ചലച്ചിത്ര ഗാനത്തിൻ്റെ മാമാങ്ക തറവാട്ടിൽ ആ മാഘമഹോത്സവം ഒരുപാട് കൊണ്ടാടിയ ഒരു കവിയാണ് ബിച്ചു തിരുമലയെന്ന് എൻ്റെ സുഹൃത്ത് ഷിബു ചക്രവർത്തിയാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. ഇപ്പം നമ്മൾ സിനിമയ്ക്കപ്പുറത്തുള്ള പാട്ടുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ ഇദ്ദേഹം സിനിമയിൽ പെയ്തു വെച്ച തിരുവാതിര ഞാറ്റുവേലകൾ ധാരാളമാണ്. അതിൻ്റെ തിരിമുറിയ പെയ്ത്തിൽ നമ്മൾ ആഹ്ലാദത്തിൻ്റെ പെരുവെള്ളപ്പാച്ചിലാണ്. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു. നീല ജലാശയത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റ് വിരിഞ്ഞ ഒരു പൂവിനെ കുറിച്ച് സങ്കല്പിക്കുന്നു. അത് നിമിഷമാണ്, ആ നിമിഷം വാചാലമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയ ഈ കവിത്വം തന്നെയാണ് ശ്രീപത്മനാഭൻ്റെ നാട്ടിൽ നിന്നും ഈ കവി, പ്രത്യേകിച്ച് അദ്ദേഹത്തെ കാണാൻ കൗതുകമുള്ളൊരു കവിയാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു നാരായമുണ്ട്, പനയോലകളുണ്ട്, ജട പിടിച്ച മുടിയുണ്ട്, അർദ്ധപത്മാസനത്തിലിരിക്കുന്നൊരു ഇരിപ്പുണ്ട്. കുഞ്ഞിരാമൻ നായർ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കപ്പലണ്ടി പൊതിയുണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പാഥേയമുണ്ട്, വയലാറിൻ്റെ കണ്ണിൽ കണ്ണടയുണ്ട്, ഭാസ്കരൻ മാഷുടെ ചിരിയിൽ മുല്ലപ്പൂവിൻ്റെ നിലാവുണ്ട്. പക്ഷെ ബിച്ചുവേട്ടൻ ഇതിനപ്പുറത്ത് മുടിയൊക്കെ നീട്ടി കാർ കൂന്തൽ കെട്ടിലെന്തിന് വാസന തൈലം എന്ന് ശ്രീ തിക്കുറിശി ചോദിച്ച മാതിരി ഒരു കൗതുകമുള്ള മുടിയൊക്കെ നീട്ടി ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട്, ഞാൻ ആദ്യം ബിച്ചുവേട്ടനെ കാണുന്ന ഒരു ചിത്രമാണത്. ഒരു അയഞ്ഞ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട്, ഈ മനുഷ്യനാണോ എൻ്റെ ഈശ്വര നമുക്ക് ഇത്രയും നല്ല പാലാഴി പോലെ പാട്ട് കടഞ്ഞെടുത്ത് തന്നത്? പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക്, ഇക്കാൻ്റെ കരളെ ഉമ്മാൻ്റെ പൊരുളെ മുത്താണ് നീ ഞമ്മക്ക് എന്ന വടക്കൻ മലബാറിൻ്റെ മാപ്പിളത്തത്തിൻ്റെ, അന്തസ്സുള്ള മാപ്പിളത്തത്തിൻ്റെ ഗ്രാമ്യ പദങ്ങൾ, അതിൻ്റെ ഗ്രാമീണ ബിംബങ്ങൾ നമ്മുടെ പാട്ടിലൂടെ ഭാസ്കരൻ മാസ്റ്റർക്ക് ശേഷം, അല്ലെങ്കിൽ രാഘവൻ മാസ്റ്റർ നമുക്ക് തന്ന ഈണത്തിൻ്റെ പുണ്യത്തിന് ശേഷം തന്ന അന്തസ്സുറ്റ പാട്ടെഴുത്തുകാരൻ. അതാണയും ആ പൊല്ലാപ്പ് വേണ്ട, എന്തിന് നിക്കാഹ് ഉറപ്പിച്ചിരിക്കുകയാണ് സ്വന്തം പെങ്ങളുടെ, ഹറാത്ത് അബുവിൻ്റെ പെങ്ങളുടെ കല്യാണം. എണ്ണപ്പാടത്തിൻ്റെ മണ്ണിൽ നിന്നും ദാമോദരൻ മാഷ് കണ്ടെടുത്ത, ശ്രീ IV ശശി കണ്ടെടുത്ത ഒരു പെൺകുട്ടിക്ക്, അവൾക്ക് അത്തറിൻ്റെ മണമാണ്, അവൾക്ക് മുറുക്കാൻ്റെ ചുവപ്പാണ്, അവൾക്ക് മുടിയിൽ മുല്ലപ്പൂവിൻ്റെ ഗന്ധമാണ്, പെങ്ങളാണ്. ഹറാത്ത് അബു പറയാണ് കല്യാണം നിശ്ചയിച്ചപ്പോൾ, അതാണ് ഉമ്മ, അതാണയുമ്മ പൊല്ലാപ്പ് വേണ്ട, കല്യാണം ഞാൻ നടത്തിക്കോളാം. അതാണ് ഒരു ആങ്ങളത്തമാണത്, ഒരു സഹോദരനാണ്. വാഴ്വിനുള്ള അയോധനത്തിൽ നീ ഏത് ആയുധമെന്തണമെന്ന കാര്യം ഹന്ത ചിന്തിപ്പതില്ല ഞാൻ എൻ കുഞ്ഞെ എൻ ക്രാന്തദർശിത്വ കുറവ് മൂലം, പണ്ട് ഇടശ്ശേരി പറഞ്ഞു വെച്ച ആ വാക്കിൻ്റെ ഒരു പൊരുളാണ്. ഒരു പെങ്ങൾക്ക്, ഒരമ്മയ്ക്ക് അല്ലെങ്കിൽ ഉമ്മയ്ക്ക് ഒരാങ്ങളെ കൊടുക്കുന്ന ധൈര്യം, സ്ഥൈര്യം, അതില്ലായ്മയാണ്, അതില്ലാതെ പോകുന്നതാണ് മലയാളി പെൺകുട്ടികൾക്ക് നേരിടുന്ന പ്രശ്നം, മലയാളി പെങ്ങൾക്ക് നേരിടുന്ന പ്രശ്നം. ആങ്ങളെ പറയുകയാണ്,
പൊല്ലാപ്പൊന്നും വേണ്ട, ഞാൻ കൊടുത്തോളാം. അവനെന്താ പണി, ജോലി? ഹറാത്ത് അബുവിന് പ്രാവ് വളർത്തലാണ് ജോലി. അതിന് അവൻ പണം ഇങ്ങോട്ട് തരികയാണ്. അതാണ് പണ്ട് മുഹമ്മദ് നബി, മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞത് സ്ത്രീ ധനം എന്നാണ്. നമ്മളത് ആണുങ്ങൾ ഒരു ഉളുപ്പില്ലാതെ വാങ്ങുകയാണ്. സ്ത്രീക്ക് ധനം പുരുഷൻ കൊടുക്കുന്നതാണ്. അതാണ് അതിൻ്റെ ചരിത്രം. അവളും ധനമാണ്, സ്ത്രീ ധനമാണ്. അവളെ പരിണയം നടത്തുമ്പോൾ, അവളെ സ്വയംവരം ചെയ്യുമ്പോൾ, അവളെ നിക്കാഹ് കഴിക്കുമ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള മൂല്യ വസ്തുവാണ് സ്ത്രീ ധനം. ഇത് നമ്മളേതോ കാലഘട്ടത്തിനിടയ്ക്ക് നമ്മൾ പോയിട്ട് നമ്മൾ മാറ്റിക്കളഞ്ഞു. സൂത്രക്കാരനായ പുരുഷൻ സ്ത്രീയെയും കിട്ടണം, ധനവും കിട്ടണം. അതിനിപ്പം പണം അവൻ മഹറായി തന്നാൽ നിക്കാഹ് പൊടി പൊടിക്കാം, ഐഷാൻ്റെ നിക്കാഹ് പൊടി പൊടിക്കാം. ഐഷയുടെ നിക്കാഹിന് അവൻ്റെ ചെറുക്കൻ, അവനാണ് അധ്വാനിക്കുന്നവൻ. അവിടെയാണ് കമ്മ്യൂണിസം. അധ്വാനിക്കുന്നവൻ്റെ കണ്ണീരിനും അവൻ്റെ കല്യാണത്തിനും അവൻ്റെ മരണത്തിനും അവൻ്റെ ഓരോ കഞ്ഞിവറ്റിനും എന്താണ് മൂല്യം എന്നുള്ളത് കാൾ മാർക്സ് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഗാന്ധി പറഞ്ഞു വെച്ചിട്ടുണ്ട്, യേശു പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞത് തെറ്റിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തരത്തിൽ ഒരു മലബാറിയൻ സംസ്കാരത്തിലേക്ക് ഈ ട്രാവൻകൂർ മണ്ണിൽ നിന്നും നടന്നു വന്ന ബിച്ചു തിരുമല എന്നെ ഒട്ടേറെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് അസൽ പാട്ടുകളാണ്, എന്ത് അന്തസ്സുള്ള പാട്ടുകളാണ് അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തിൻ്റെ പുലർച്ചകളെ, എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ പ്രഭാതങ്ങളെ എഴുതാൻ എനിക്കെന്തെങ്കിലും പ്രേരണ തന്ന എൻ്റെ പുലർകാലങ്ങളെ ബ്രാഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി നീ പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം എന്ന് ബ്രാഹ്മ മുഹൂർത്തത്തിൽ പാടി ഉണർത്തിയ ആ കവി കോകിലം ശ്രീ ബിച്ചു തിരുമല നമ്മളെ പ്രഭാതം പൂമരക്കൊമ്പിൽ തൂവൽ കുടഞ്ഞു, ഒരു പക്ഷിയെപ്പോലെ പ്രഭാതം, ഏർലി മോർണിംഗ്, ബ്രാഹ്മ മുഹൂർത്തം, അതിൻ്റെ മഞ്ഞ് പുരണ്ട തൂവൽ കുടഞ്ഞ് ഉണർത്തിയ സങ്കല്പമുണ്ട്. അദ്ദേഹം തന്നെ ആശാൻ കവിതയെ നിറകുടം എന്ന ചിത്രത്തിന് ശേഷം അദ്ദേഹം മാറ്റൊലി എന്ന ചിത്രത്തിന് പാട്ടെഴുതിയപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കുമാരനാശാനാണ് പറഞ്ഞത്. പക്ഷെ അത് ഒരു സന്ദർഭത്തിന്, സിനിമയുടെ സന്ദർഭത്തിന് അദ്ദേഹം പുനർനിർണയിച്ചപ്പോൾ മാറ്റുവിൻ ചട്ടങ്ങളെ എന്തിനാണ് പറഞ്ഞത്? പല്ലനയാറ്റിൽ നിന്നിപ്പോൾ മുഴങ്ങുന്ന പല്ലവി കേട്ടു ന്യായാസനങ്ങളെ. പല്ലനയാറിൻ തീരത്ത് പത്മരാഗ കുടീരത്തിൽ നിന്നും ഒരു റെഡീമർ ബോട്ട് അപകടത്തിൻ്റെ വേദനയിൽ അവസാനിച്ചു പോയ ആശാൻ്റെ വരികൾ അദ്ദേഹം ചോദിക്കുകയാണ്, പല്ലനയാറ്റിൽ നിന്നും മുഴങ്ങുന്ന ആ പല്ലവി കേട്ടോ ന്യായാസനങ്ങളെ. ഇന്ത്യൻ നീതിശാസ്ത്രത്തെ ചോദ്യം ചെയ്യുകയാണ്. ധ്യാനിച്ചു നിൽക്കുന്ന നാരായത്തിൻ്റെ മുനകളിൽ പനയോലയിൽ എഴുതി വച്ച ഭാരതത്തിൻ്റെ നീതിശാസ്ത്രം ഇപ്പോഴും അറിയാമോ വിധിക്കുന്നവരെ, വിധിക്കപ്പെടുന്നവരെ എന്ന് ചോദിക്കുന്ന ഒരു അന്തസ്സുള്ള മനനം ചെയ്യുന്ന ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ സന്ദർഭത്തിന് പാട്ടെഴുതാൻ, ചലച്ചിത്ര സന്ദർഭത്തിന്, ഇപ്പോൾ വേദാന്തി പാടുമ്പോൾ വേദാന്തം പാടണം, വിഡ്ഢി പാടുമ്പോൾ വിഡ്ഢി പാട്ടെഴുതണം. അദ്ദേഹം എഴുതിയിട്ടുണ്ട്,
ഡാർവിൻ്റെ തിയറി ഓഫ് എവല്യൂഷൻ ഒരു പാട്ടിൽ എഴുതിയിട്ടുണ്ട്. കുരങ്ങനാണ് മനുഷ്യനായത്, ആ മനുഷ്യൻ എന്താവുന്നു അവിടെ ഡാർവിൻ കണ്ടിട്ടില്ല. ഒരു സിനിമയിൽ കുതിരവട്ടം പപ്പു എന്ന അനിഷേധ്യനായ നടൻ ഒരു കുരങ്ങനെയും കൊണ്ട് കള്ള് ഷാപ്പിൽ നിന്നിറങ്ങുന്നതാണ് രംഗം. ഒന്നാമത് കുതിരവട്ടം പപ്പു എന്ന അസാമാന്യനായ ഹാസ്യപ്രതിഭ, 2 അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് കുരങ്ങൻ, 3 കള്ള് ഷാപ്പ്, മധ്യേ വൃശ്ചികദംശനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞണ്ട് കടിക്കുന്നതും തേള് കടിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ കവികൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇദ്ദേഹം കേവലമായൊരു അനുഭവത്തിൽ നിന്ന് പാട്ടുണ്ടാക്കുകയാണ്. കാട് വിട്ട് നാട് കേറി, കൂട് വിട്ട് കൂട് മാറി, കുരങ്ങൻ മനുഷ്യനായി. അതാണ് ചരിത്രം. ഡാർവിൻ ആണ് അതാദ്യം പറഞ്ഞു വെച്ചിരിക്കുന്നത്. കാട് വിട്ട് നാട് കയറുകയും കൂട് വിട്ട് കൂട് മാറുകയുമാണ്. കൂട്, കുരങ്ങൻ ആദ്യം വനത്തിലുണ്ടായിരുന്ന കൂടായിരുന്നു, പിന്നെ അവൻ കൂടുണ്ടാക്കി. കുരങ്ങൻ മനുഷ്യനായി, മരം ചാടി നടന്നൊരു കുരങ്ങൻ മനുഷ്യൻ്റെ കുപ്പായമണിഞ്ഞു. ഈ കുരങ്ങനാണ് ഇന്നത്തെ കുപ്പായമിടുന്നത്. മഹാനെന്നു നടിച്ചു, അഹംബോധമാണ്. അഹംബോധമാണ് സുനാമിക്ക് വരെ കാരണം. അഹംബോധമാണ് പ്രളയത്തിന് കാരണം. അഹംബോധമാണ് ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപ്പാലത്തിന് കാരണം. മാന്യനെന്നു ഭാവിച്ചു, ആൾ ഭയങ്കര മാന്യനാണെന്ന് ഭാവിക്കുകയാണ്. മരത്തിൽ നിന്നവൻ മെല്ലെ മണ്ണിൽ കുതിച്ചു. അവൻ്റെ ഇരിപ്പിടം മരമായിരുന്നു കുരങ്ങന്. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ്. ഭൂമി 30% ഉള്ളൂ, 70% ജലമാണ്. ജലമൊന്ന് തകരുമ്പോൾ, ജലമൊന്ന് തിരിഞ്ഞു കിടക്കുമ്പോൾ, ജലമൊന്ന് നിശ്വസിക്കുമ്പോൾ, ജലമൊന്ന് മരിക്കുമ്പോൾ, ജലമൊന്ന് അപസ്മാരമിളകുമ്പോൾ ആണ് കര ഭേദിക്കപ്പെടുന്നത്. ഏതോ അക്ഷാംശരേഖയിൽ നിന്നും ഒരു ഭൂകമ്പമുണ്ടായപ്പോൾ നമ്മുടെ കരയിൽ ഒരു പീറ്റത്തെങ്ങോളം, ഒരു തെങ്ങോളം തിര അടിച്ച് കയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ ജലത്തിൻ്റെ വിജൃംഭണം, ജലത്തിൻ്റെ വിസ്തൃതി, ജലത്തിൻ്റെ വിസ്തീർണം, ജലത്തിൻ്റെ ആകുലത, ജലത്തിൻ്റെ കണ്ണീര്, ജലത്തിൻ്റെ ജലം, ജലത്തിൻ്റെ ലവണം നമുക്ക് മനസ്സിലാവുന്നു. ഒരു പാതി ഭഗവാനും മറുപാതി ചെകുത്താനും ഇരുകാലി മൃഗത്തിൽ വന്നവതരിച്ചു. പല 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 കുട്ടിക്കരണങ്ങൾ മറിഞ്ഞവൻ പിടികിട്ട പുള്ളിയായി കാലം കഴിച്ചു. മനുഷ്യനൊന്നും ആർക്കും പിടികൊടുത്തിട്ടില്ല. അവൻ മതത്തിലൂടെ പോകുന്നു, അവൻ രാഷ്ട്രീയത്തിലൂടെ സഞ്ചരിക്കുന്നു, അവൻ തീർത്ഥയാത്ര നടത്തുന്നു, അവൻ കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്നു. ആർക്കും, ദൈവത്തിനും ശങ്കരാചാര്യർക്കും സുനാമി ദുരന്തത്തിനും ഒന്നും പിടികൊടുത്തില്ല ആർക്കും. അവൻ പിടികൊടുക്കാതെ സഞ്ചരിക്കുന്നവനാണ്. അവൻ്റെ സ്വതീർത്ഥം, അവൻ്റെ സ്വകാര്യം, അവൻ്റെ സ്വന്തം ആയിട്ട് ലോകത്തെ കണ്ടുവയ്ക്കുകയും ഏതോ ഒരു ജന്മാന്തരത്തിൻ്റെ വളവിൽ അവനെ അടിയറ വയ്ക്കുകയും ഒരു വിസ്ഫോടനത്തിൽ മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവൻ്റെ ധർമ്മം, അവൻ്റെ കർമ്മം, അവൻ്റെ നിയോഗം. പകലെല്ലാം ഭക്തനായി പള്ളിയിലും കോവിലിലും, ഓ പകലൊക്കെ ഭക്തനായിട്ട് പള്ളിയിലാണ്, അങ്ങനെ ബാങ്ക് വിളിക്കും, മെഴുകുതിരി കത്തിക്കും. പതിവായി പാതിരാവിൽ കള്ള് ഷാപ്പിലും. ഇതാണ് മനുഷ്യൻ്റെ ജീവിതം. നേരല്ല, നേർമ്മയില്ല. കടൽ നമ്മുടെ ആരാധനാലയങ്ങളെ കവർന്നെടുക്കണമെങ്കിൽ ചില്ലറ കാര്യമല്ലത്. ഇപ്പം എൻ്റെ നാട്ടിൽ ഒരു
ഒരാളുണ്ടായിരുന്നു, അപ്പുക്കുട്ടൻ നായരെന്നാണ് ഇപ്പോൾ പേര്. അപ്പുക്കുട്ടൻ നായർക്ക് 2-3 ലോറിയുണ്ട്, 1-2 ടാക്സി കാറുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ അപ്പുക്കുട്ടൻ നായർ ഇതിൻ്റെ ലോണൊന്നും അടയ്ക്കാൻ പറ്റാതെ മൂപ്പര് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ഫ്യൂറിഡാൻ കൊക്കക്കോളയിൽ കലക്കി കഴിക്കുന്ന ഇന്നത്തെ മോഡേൺ IT ഹൈടെക് ആത്മഹത്യയല്ല. അന്ന് തൂങ്ങി മരിക്കുക, അല്ലെങ്കിൽ എലിവിഷം കൊണ്ട് പത്തിരി ഉണ്ടാക്കിയിട്ട് കോഴിയിറച്ചീൻ്റെ കൂടെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറച്ചുകൂടി ഗ്രാമീണമായ ആത്മഹത്യയാണ്. ഇന്നൊക്കെ ഭയങ്കര ആത്മഹത്യ ചെയ്യാൻ ഏറ്റവും വലിയ മാർഗങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കൊക്കക്കോള ആത്മഹത്യക്ക് പറ്റിയാണ്. അതിൻ്റെ അകത്ത് ആളുകൾ ഫ്യൂറിഡാൻ എന്ന് പറഞ്ഞ സാധനം വാങ്ങി കഴിച്ചിട്ട് അങ്ങനെ മരിക്കുക. അപ്പം മരണം പോലും ഹൈടെക് ചെയ്യപ്പെടാത്തൊരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരാളാണ് അപ്പുക്കുട്ടൻ നായർ. അപ്പുക്കുട്ടൻ നായർക്ക് കടമായി. ലോറിയുടെ പണം അടച്ചില്ല, അതിൻ്റെ ബാങ്ക് ലോൺ അടച്ചില്ല, നെല്ലിൻ്റെ പണം അടച്ചില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വന്ന സമയത്ത് അപ്പുക്കുട്ടൻ നായർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. വൈഫിനോട് പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ വിചാരിച്ചു ഏതൊരു ഉത്സവത്തിനാണ്. അവർ ഓ ശരി, നീ തയ്യാറല്ലേ? ഓ ഞാൻ തയ്യാറാണ്, എന്നാൽ മക്കളെയും വിളിച്ചോളൂ. ഇയാൾ ഹെൻറിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെന്ന് എൻ്റെ ഓർമ്മ. പുത്തഞ്ചേരിയിലൊക്കെ ഹെൻറിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളെ പഠിപ്പിക്കുന്ന സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഉച്ചാരണം സ്ഫുടതയൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ഭക്ഷണത്തിൽ വെച്ചിട്ട് റെഡിയാക്കിയിരിക്കുമ്പോഴാണ്, നല്ല മഴക്കാലമാണ്, ഒരു മിഥുനമാസമാണ്. തൊട്ടപ്പുറത്ത് വിളി, അപ്പോൾ നേരെ ഇളം ഞെട്ടി, ആത്മഹത്യ ചെയ്യാനിരിക്കുകയാണേ. അല്ല നിങ്ങൾ എന്തെടുക്കുന്നു? അല്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. അപ്പം നോക്കുമ്പം തൊട്ടപ്പുറത്തുള്ള അച്യുതൻ എന്ന് പറഞ്ഞ ഒരാൾ ചൂട്ടുമൊക്കെ ആയിട്ട് വൈഫൊക്കെ ആയിട്ട് ഇറങ്ങുന്നു. 2 മക്കൾ, നല്ല മിഥുനത്തിലെ തവളയുടെ കരച്ചിലും അണ പൊട്ടിയൊഴുകുന്ന മഴയും വല്ലപ്പോഴും ചില ഈ ഷഷ്ടി പൂർത്തി കഴിഞ്ഞ സാഹിത്യകാരൻ്റെ നെടുവീർപ്പ് പോലെയുള്ള ഇടിമിന്നലുമൊക്കെ ആയിട്ട്. കാരണം അവാർഡൊന്നും കിട്ടാത്ത ചില ഷഷ്ടിപൂർത്തി സാഹിത്യകാരന്മാരുണ്ടാവും, അതുപോലെ ഉള്ള മിന്നലും ഒരു ആവേശ മിന്നൽ ഒക്കെ ആയിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് അപ്പുക്കുട്ടൻ നായർ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അപ്പുക്കുട്ടൻ നായർ എങ്ങടാ പോണത് എന്ന് ചോദിച്ചു. ഞങ്ങൾ പുട്ടപർത്തിക്ക് പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ പുട്ടപർത്തി എന്ന് അപ്പുക്കുട്ടൻ നായർ കേട്ടിട്ട് എന്താ അവിടെ ഏർപ്പാട് എന്ന് അപ്പുക്കുട്ടൻ നായർക്ക് മനസ്സിലായില്ല. സായിബാബേനെ കാണാനേ. ഓ പോയി വരി, ഐശ്വര്യമായിട്ട് വരിയെന്ന് പറഞ്ഞു. അല്ല അപ്പുക്കുട്ടൻ നായർ പോര്, എന്തായാലും പോവുകയല്ലേ ഇപ്പം നമ്മൾ, അപ്പോൾ അവിടെ വലിയ പാസ്പോർട്ടൊന്നും എടുക്കണ്ടല്ലോ, വിസയും വേണ്ട, പോവാം നമുക്ക്. അപ്പുക്കുട്ടൻ നായർ ഭാര്യ ഇന്ന് അങ്ങോട്ട് പോവുക, മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്കുള്ളൊരു മടക്കയാത്രയായിരുന്നു അത്. പോയി പുട്ടപർത്തി ഒരു കൊയിലാണ്ടി എന്നൊരു ട്രെയിനിൽ കയറിയിട്ട് പോവുകയാണ് ബാംഗ്ലൂരെത്തി. അങ്ങനെ റൂട്ട് എനിക്ക് അതിൻ്റെ ഭൂമിശാസ്ത്രം അറിയില്ല. ഇവർ പുട്ടപർത്തിയിലെത്തി. എത്തിയപ്പോൾ ലക്ഷോപലക്ഷം ജനങ്ങളാണ്. ആൾക്കാർ ഭജന പാടുന്നു, ധ്യാനിക്കുന്നു, യോഗ ചെയ്യുന്നു, ഹരേ സായി ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓ സായി ഭഗവാൻ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ അപ്പുക്കുട്ടനാർക്ക് സമാധാനം, എന്തായാലും ഇവിടെ കടക്കാരില്ലല്ലോ, പൈസ കൊടുക്കാനുള്ള ആരെയും കണ്ടില്ല, മൂപ്പരും എവിടെയെങ്കിലും അത് ഭാര്യയ്ക്കായിട്ട്. ഈ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് തിരുമേനി ബാബ വിളിക്കുകയാണ്. ആ തെലുങ്ക് എനിക്ക് പറയാൻ അറിഞ്ഞൂടാത്തതുകൊണ്ട് എനിക്ക് ആ വിളി പറയാൻ പറ്റില്ല. അപ്പുക്കുട്ടൻ നായർ കുടുംബവും ഇങ്ങോട്ട് വരികയെന്ന്. അതാണ് ഇപ്പം നമ്മൾ വള്ളുവനാടൻ ഭാഷയെ പറഞ്ഞതാണ്. ഇപ്പം എന്തും പറയാവുന്നൊരു ഭാഷയാണല്ലോ വള്ളുവനാടൻ. തിരുവനന്തപുരത്തുകാരനും ആലപ്പുഴക്കാരനൊക്കെ പറയുന്നതാണ് വള്ളുവനാടൻ ഭാഷ. അതുപോലെ വിളിച്ചു ചെന്നു. അപ്പോൾ അപ്പുക്കുട്ടൻ നായർ വന്നിട്ടുണ്ടെന്ന് സായിബാബയ്ക്ക് അറിയില്ല, കുടുംബം ഉണ്ടെന്നറിയില്ല, ഇവർ കടമാണെന്നറിയില്ല, ഇവർ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നറിയില്ല. എന്തോ വിളിച്ചു. എന്താ എൻ്റെ തന്ത്രം ഒന്നും എനിക്കറിയില്ല, ലോജിക്ക് ഞാൻ നോക്കിയിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്കാം. അതാളെ ആദ്യം വിട്ടുണ്ടാവും, അപ്പുക്കുട്ടൻ നായർ ഒരാൾ വന്നിട്ടുണ്ടോ, അതെന്തോ ആവാം, എന്തോ ആയിക്കോട്ടെ, നമ്മളത് അന്വേഷിക്കട്ടെ. അപ്പം ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമാണെന്നൊക്കെ സായിബാബ അപ്പുക്കുട്ടൻ നായർ പറയുകയാണ്. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ, വിഷമമൊക്കെ ഉണ്ടല്ലോ,
അന്തരീക്ഷം ഡഷ് ഒരു മാല എടുത്ത് കൊടുത്തു 10 പവൻ്റെ. ഇതുകൊണ്ട് പോയിക്കോളൂ, രക്ഷപ്പെട്ടോളുന്നു. അപ്പോൾ അപ്പുകുട്ടൻ നായർക്ക് എൻ്റെ പുത്തഞ്ചേരി കോപ്പറേറ്റീവ് ബാങ്കിൽ ഇത്ര റുപ്യ കടണ്ടുള്ള സായിബാബ പുട്ടപർത്തിയിൽ അറിഞ്ഞിട്ടില്ലല്ലോ. തിരിച്ചു കൊണ്ടുപോയി ഇയാൾ ഇതേമാതിരി പുത്തഞ്ചേരി ബാങ്കിൽ ഈ മാല പണയം വെച്ചു. 10,000 റുപ്യ കിട്ടി. അതിന് നാളികേരത്തിൻ്റെ ബിസിനസ് തുടങ്ങി. ഇപ്പോൾ അദ്ദേഹത്തിന് നാഷണൽ പെർമിറ്റ് ലോറി 5 ഉണ്ട്. റേഷൻ കട നടത്തുന്ന മൂപ്പരാണ്. അപ്പം എൻ്റെ നാട്ടിലെ ഒരാൾ പറഞ്ഞു, സായിബാബ മഹാകള്ളനാണ്. അയാൾ അന്തരീക്ഷത്തിന് മാലയൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ അപ്പുകുട്ടനാർ പറഞ്ഞ മറുപടി എന്താ വെച്ചാൽ, എടോ ദാമോദര എന്ന് പറഞ്ഞ ഒരാളാണ് വിമർശിച്ചത്, കഷ്ടപ്പെട്ട് പുട്ടപർത്തിയിലെത്തിയ എൻ്റെ ഭാര്യേൻ്റെ മാല മോഷ്ടിച്ചതല്ല സായിബാബ. എന്തോ ആയിക്കോട്ടെ, അയാൾ 10 പവൻ്റെ മാല കൊടുത്തല്ലോ, എനിക്ക് അയാൾ ദൈവമാണെന്ന്. നീ തന്നിരുന്നോ എനിക്ക്, അല്ല നീ വിശ്വസിച്ച പാർട്ടി തന്നിരുന്നോ 10 പവൻ്റെ മാല? അത് തന്നിരുന്നേ ഞാൻ പുട്ടപർത്തി വരെ പോകണ്ടായിരുന്നല്ലോ. അപ്പം ദൈവം എന്ന് പറയുന്നത് കാവി ഉടുത്തിട്ട് കയ്യിൽ പള്ളി വാൾ ചിലമ്പുണ്ടാക്കി പോകുന്ന ആളല്ല. ദൈവം മനുഷ്യൻ്റെ സങ്കല്പമാണ്. അവനവനെ ആര് സഹായിക്കും? ഞാൻ വിശന്ന് നടന്നു പോകുമ്പം എനിക്കൊരു ദൈവം ഉണ്ടായിട്ടുണ്ട്. ആ ദൈവമാണ് എന്നെ മലയാള സിനിമയിൽ എത്തിച്ചത്. അത് പരിപ്പയുടെ രൂപത്തിലാവാം, പാമ്പിൻ്റെ രൂപത്തിലാവാം, എന്തും ആവാം. എനിക്കതാണ് ദൈവം.